ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒടുവിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. നിലവിൽ സസ്പെൻഷനിൽ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉയർന്നു വന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു എന്ന് കോൺഗ്രസ് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും രാഹുൽ മാങ്കൂട്ടത്തിലിന് കടുത്ത തിരിച്ചടിയായി മാറി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്നലെ ഏതാണ്ട് 1.25 മണിക്കൂറും ഇന്ന് 25 മിനിറ്റോളം വാദം കേട്ടതിന് ശേഷമാണ് വിധി പറഞ്ഞത്. യുവതിയെ പീഡിപ്പിച്ചതിനും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിനുമാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. യുവതി നേരിട്ട് പരാതി നൽകുകയും മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തതോടെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു. K. മുരളീധരൻ അടക്കമുള്ള പല സീനിയർ നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ വിഷയം കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. തുടർന്ന് KPCC അധ്യക്ഷൻ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചു. കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പും പുറത്തുവന്നു. ഇനി ഏതു നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായേക്കാം. അദ്ദേഹം ഏതെങ്കിലും കോടതിയിൽ എത്തി സ്വമേധയാ കീഴടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. രാഹുലിനെ കർണാടകയിൽ എത്തിച്ച ഡ്രൈവറും ഒരു ഹോട്ടൽ ഓണറും നേരത്തെ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇപ്പോൾ മറ്റൊരു സുഹൃത്തിനെ കൂടെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തതായും പറയുന്നുണ്ട്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മൊബൈൽ ഫോൺ ഓൺ ആയതായും റിപ്പോർട്ടുണ്ട്. അദ്ദേഹം കോൾ നേരിട്ട് കട്ട് ചെയ്തെന്നാണ് പറയുന്നത്. കേരളത്തിലേക്ക് രാഹുൽ എത്തിയതായും ചില സൂചനകളുണ്ട്. മുൻകൂർ ജാമ്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഏത് നിമിഷവും രാഹുലിന്റെ കീഴടങ്ങൽ ഉണ്ടായേക്കാവുന്നതാണ്. MLA ആയി കേരള നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ഡിസംബർ 4-ാം തീയതിയാണ്. ഇന്ന് ഡിസംബർ 4-ന് കൃത്യമായി 1 വർഷം തികയുമ്പോൾ അതേ ദിവസം രാഹുൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. രാഹുലിനെ ഇതുവരെ സപ്പോർട്ടുമായി നിന്ന MP ഷാഫി പറമ്പിലും ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നിരന്തരം രാഹുലിന് വേണ്ടി ജയ് വിളിച്ചിരുന്ന മുസ്ലിം ലീഗുകാരും സമാനമായ അവസ്ഥയിലാണ്. പക്ഷേ ലീഗിന്റെ പിന്തുണ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ രാഹുലിന് കിട്ടുന്നുണ്ട്. പൊതുവെ വാർത്തകളൊന്നും അങ്ങനെ കാണാത്ത അല്ലെങ്കിൽ അപ്ഡേറ്റ് ആകാത്ത ലീഗുകാർ ഇപ്പോഴും ഇരകളെ തെറിവിളിച്ചുകൊണ്ട് നടക്കുകയാണ്.